നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. സൗദിയിലെ ഏറ്റവും വലിയ പുഷ്പമേളയ്ക്ക് യാമ്പുവിൽ ഇന്ന് തുടക്കമായി. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തിയ പുഷ്പ ഉദ്യാനമേളയ്ക്കായി ഇത്തവണ വൈവിധ്യങ്ങളായ പൂക്കളും ചെടികളുമാണ് എത്തിച്ചിരിക്കുന്നത്. പുതുമയും വിസ്മയവും നിറയുന്ന ഉദ്യാന കാഴ്ചകളാണ് യാമ്പു വ്യാവസായിക നഗരത്തിലെ ജിദ്ദ ഹൈവേയോട് ചേർന്നുള്ള അൽ മുനാസബാത്ത് ഈവന്റ്സ് പാർക്കിൽ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. മാർച്ച് 9 വരെ നടക്കുന്ന ബൃഹത്തായ പുഷ്പമേളയോടനുബന്ധിച്ച് ആകർഷകമായ നിരവധി പരിപാടികളാണ് സംഘാടകർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. യാമ്പുവിലെ തനത് പ്രകൃതിയിൽ സാംസ്കാരിക വിനോദ പരിപാടികളും മേളയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ദേശീയ ദിനാഘോഷങ്ങളുടെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി കുവൈറ്റ് സിറ്റിയിലെ ബീച്ചുകൾ ശുചീകരിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. ദേശീയ ദിനാഘോഷങ്ങളുടെ പ്രധാന പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളിലാണ് ക്യാപിറ്റൽ ഗവർണറേറ്റിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഫീൽഡ് ക്യാമ്പയിൻ നടത്തിയത്. ക്യാമ്പയിനിൽ 165 ശുചീകരണ തൊഴിലാളികൾ പങ്കെടുത്തു. ശുചിത്വം ദേശീയ കടമയാണെന്നും ബീച്ചുകൾ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശുചിത്വം ഉറപ്പാക്കാൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചതായും അധികൃതർ അറിയിച്ചു. ബീച്ചുകളിലെ വഴിയോര കച്ചവടക്കാരെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പൊതു ശുചിത്വ നിയമപ്രകാരം അനുവദനീയമല്ലാത്ത ഇടങ്ങളിൽ മാലിന്യം ഇടുകയോ മലിനജലം ഒഴുക്കുകയോ സംസ്കരിക്കുകയോ ചെയ്യുന്നത് നിയമലംഘനമാണെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. കുവൈത്ത് ഖത്തർ കാരിക്കേച്ചർ പ്രദർശനത്തിന് ദോഹയിലെ അൽ ജിസ്ര കൾച്ചറൽ ക്ലബ്ബിൽ തുടക്കമായി. ഖത്തറിലെ കുവൈത്ത് അംബാസഡർ ഖാലിദ് അൽ മുഥൈരിയുടെയും ക്ലബ് ഓണററി പ്രസിഡന്റ് ഷെയ്ഖ് ഹമദ് ബിൻ സുഹൈമിന്റെയും സാന്നിധ്യത്തിൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. അറേബ്യൻ ഗൾഫ് മേഖലയിൽ കലാവൈദഗ്ധ്യവും സംസ്കാരവും പങ്കുവയ്ക്കാൻ ഇത്തരം പ്രദർശനങ്ങൾ സഹായിക്കുമെന്നും ഇവയിൽ പങ്കെടുക്കേണ്ടത് അനിവാര്യമാണെന്നും കുവൈത്ത് കാരിക്കേച്ചർ അസോസിയേഷൻ മേധാവി മുഹമ്മദ് തല്ലബ് പറഞ്ഞു. പ്രദർശനത്തിൽ സാമൂഹിക, സാമ്പത്തിക, കായിക വിഷയങ്ങളെ അധികരിച്ചുള്ള ചില പെയിന്റിങ്ങുകളും പ്രദർശിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ news@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്.